നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തദ്ദേശ തിരഞ്ഞെടുപ്പ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള നറുക്കെടുപ്പ് നടന്നു. കുന്നംകുളത്ത് ഇത് തുടർച്ചയായ മൂന്നാം തവണയും വളയിട്ട കൈകളിൽ തന്നെ നഗരസാരഥ്യമെത്തും. ജില്ലയിൽ തൃശൂർ കോർപ്പറേഷൻ, ഗുരുവായൂർ, വടക്കാഞ്ചേരി നഗരസഭകളുടെ അധ്യക്ഷ പദവിയും വനിതകൾക്ക്. തീരദേശത്ത് കലയുടെ തിരമേളം ഉയർന്നു. ചാവക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് എടക്കഴിയൂർ സീതി സാഹിബ് സ്കൂളിൽ തുടക്കമായി. 100-ലധികം സ്കൂളുകളിൽ നിന്നായി കലാമേളയിൽ മാറ്റുരയ്ക്കുന്നത് 6000-ഓളം പ്രതിഭകൾ. തത്സമയ കാഴ്ചകളും വിശേഷങ്ങളും ഒരുക്കി CCTVയുടെ കലോത്സവ സ്റ്റുഡിയോ. പഴഞ്ഞി മൂലേപ്പാട് പള്ളിപ്പെരുന്നാളിനിടെ ആനപ്പാപ്പാന്മാരുടെ മർദ്ദനത്തിൽ യുവാവിന് പരിക്ക്. പെങ്ങാമുക്ക് സ്വദേശി രായ്മരക്കാർ വീട്ടിൽ 44 വയസ്സുള്ള ഷബീറിനാണ് പരിക്കേറ്റത്. സഹോദരന്റെ മകനെ ആനപ്പുറത്ത് കയറ്റുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെ തുടർന്നായിരുന്നു സംഘട്ടന. മരത്തംകോട് പള്ളിപ്പെരുന്നാളിന്റെ ഭാഗമായി നിർമ്മിച്ച നിലപ്പന്തൽ തകർന്ന് വീണ് തൊഴിലാളിക്ക് പരിക്ക്. ഗുഡ്സ് ലോറി തകർന്നു. പന്തൽ നിർമ്മാണത്തിനെത്തിയ അതിഥി തൊഴിലാളി പ്രദീപിനാണ് പരിക്കേറ്റത്. സാധാരണ ജനവിഭാഗങ്ങളെ ചേർത്ത് നിർത്തുന്ന ക്ഷേമ പദ്ധതികൾ ഇടതുപക്ഷത്തിന്റെ പ്രതിബദ്ധതയുടെ സമീപനമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. ഫാസിൽ രക്തസാക്ഷി വാർഷിക അനുസ്മരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പൊതുസമ്മേളനം ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കുന്നംകുളത്ത് ഇത് തുടർച്ചയായ മൂന്നാം തവണയും വളയിട്ട കൈകളിൽ തന്നെ നഗരസാരഥ്യമെത്തും. തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷരുടെ നറുക്കെടുപ്പ് പൂർത്തിയായപ്പോൾ കുന്നംകുളം നഗരസഭയിൽ വീണ്ടും വനിതാ സംവരണത്തിനാണ് നറുക്ക് വീണത്. കഴിഞ്ഞ ടൈമിൽ സംവരണമില്ലാതെ ജനറൽ ആയെങ്കിലും മുൻ ചെയർപേഴ്സണായിരുന്ന സീതാ രവീന്ദ്രനെ തന്നെ വീണ്ടും CPIM അധ്യക്ഷ പദവിയിലേക്ക് നിയോഗിക്കുകയായിരുന്നു. ജില്ലയിൽ ഇക്കുറി തൃശൂർ കോർപ്പറേഷൻ, ഗുരുവായൂർ, വടക്കാഞ്ചേരി നഗരസഭകളുടെ അധ്യക്ഷ പദവിയും വനിതകൾക്കാണ്. ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായി ക്ഷേത്രത്തിൽ തപാൽ വിളക്ക് ആഘോഷിച്ചു. രാവിലെ കാഴ്ചശീവേലിക്ക് കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിൽ മേളവും ഉച്ചതിരിഞ്ഞ് പല്ലാവൂർ ശ്രീധരന്മാരാരുടെ പഞ്ചവാദ്യവും അരങ്ങേറി. രാത്രി വിളക്കെഴുന്നള്ളിപ്പിന്റെ 4ാം പ്രദക്ഷിണത്തിൽ ക്ഷേത്രത്തിലെ വിളക്കുമാടങ്ങളിലുമായി നറുനെയിൽ 100 കണക്കിന് ദീപങ്ങൾ തെളിഞ്ഞു. മേൽപുത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ തപാൽ ജീവനക്കാരുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച GG കൃഷ്ണയ്യർ സൺസ് വക ഏകാദശി വിളക്ക് ആഘോഷിക്കും. രാവിലെ കാഴ്ചശീവേലിക്ക് പെരുവനം സതീശന്മാരാരുടെ പ്രമാണിത്വത്തിൽ മേളവും ഉച്ചകഴിഞ്ഞ് ചോറ്റാനിക്കര സുഭാഷ് മാരാർ നയിക്കുന്ന പഞ്ചവാദ്യവും അകമ്പടിയാകും. സന്ധ്യയ്ക്ക് ശിവരൂപ് തിരുവില്ലാമലയുടെ തായമ്പക, രാത്രി വിളക്കെഴുന്നള്ളിപ്പ് എന്നിവയുണ്ടാകും. പഴഞ്ഞി ഗവൺമെന്റ് സ്കൂളിന് മുന്നിൽ അപകടം. വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റു. ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. PT പീരീഡിൽ അധ്യാപകനൊപ്പം സ്കൂളിന് മുന്നിലെ മൈതാനത്തേക്ക് നടന്നു പോവുകയായിരുന്ന വിദ്യാർത്ഥി സംഘത്തിലെ ഒരു കുട്ടിക്കാണ് പരിക്കേറ്റത്. റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ഈ വഴി കടന്നു പോവുകയായിരുന്ന ടിപ്പർ ലോറി ഇടിക്കുകയായിരുന്നു. കുട്ടിയെ ആദ്യം കോട്ടോൽ ആശുപത്രിയിലും പിന്നീട് കുന്നംകുളത്തെ താലൂക്ക് ആശുപത്രിയിലും മലങ്കര ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പാറയമ്പാടത്തും അക്കിക്കാവു മേഖലകളിലും റോഡ് അറ്റകുറ്റപ്പണികളും മറ്റും ഉണ്ടാകുമ്പോൾ എല്ലാ വാഹനങ്ങളും ഇതുവഴിയാണ് കടന്നുപോകുന്നത്. രാവിലെയും വൈകിട്ടും SPC കുട്ടികളും അധ്യാപകരും ചേർന്നാണ് ഗതാഗത നിയന്ത്രണം ഒരുക്കുന്നത്. സ്കൂളിന് മുന്നിൽ അതിവേഗം സഞ്ചരിക്കുന്ന ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുന്നുണ്ട്. തീരദേശത്ത് കലയുടെ തിരമേളം. ചാവക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് എടക്കഴിയൂർ സീതി സാഹിബ് സ്കൂളിൽ തുടക്കമായി. 100-ലധികം സ്കൂളുകളിൽ നിന്നായി 6000-ഓളം വിദ്യാർത്ഥികളാണ് 4 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ VB സിന്ധു പതാക ഉയർത്തി. ചടങ്ങുകൾക്ക് മുന്നോടിയായി വർണ്ണശബളമായ വിളംബര ജാഥയുമുണ്ടായി. NK അക്ബർ MLA കലാമേള ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത്, RP ബഷീർ, സുഹറ ബക്കർ, അസീസ് മന്നലാംകുന്ന്, ജോഷി ജോർജ്, TM ലത, ഷബീർ കല്ലായിൽ, TT സുമ തുടങ്ങിയവർ സംസാരിച്ചു. കലോത്സവത്തിന്റെ സമാപന സമ്മേളനം വെള്ളിയാഴ്ച വൈകിട്ട് 5-ന് കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്യും.
പ്രാദേശിക ചാനലിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും കലാമേള സമഗ്രമായി CCTV തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ട്. കലോത്സവ നഗരിയിൽ CCTV സ്റ്റുഡിയോ സജ്ജം. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ബൈജു മാസ്റ്റർ നാടമുറിച്ച് കലോത്സവ സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എടക്കഴിയൂർ സീതി സാഹിബ് സ്കൂൾ പ്രധാനാധ്യാപകൻ ജോഷി ജോർജ് മാസ്റ്റർ, പ്രോഗ്രാം കമ്മിറ്റി അംഗങ്ങൾ, CCTV മാനേജിംഗ് ഡയറക്ടർ KC ജോൺസൺ, പ്രോഗ്രാം, ന്യൂസ്, ലൈവ്, ബ്രോഡ്ബാൻഡ് വിഭാഗങ്ങളുടെ ചുമതല വഹിക്കുന്ന ഡയറക്ടർമാരായ KC ജോസ്, VK പ്രമോദ്, NV അബ്ദുസമദ്, CCTV മാനേജർ സിൻഡോ ജോസ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കലാമേള പൂർണ്ണ ദൃശ്യചാരുതയോടെ കാഴ്ചക്കാരിൽ എത്തിക്കുന്ന CCTVയുടെ ഉദ്യമം പ്രശംസനീയമാണെന്ന് ഉദ്ഘാടകൻ പറഞ്ഞു. ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിന് എടക്കഴിയൂർ സീതി സാഹിബ് മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അരങ്ങുണർന്നിരിക്കുകയാണ്. 4 ദിവസങ്ങളിലായിട്ടാണ് കലോത്സവം പുരോഗമിക്കുന്നത്. ഇനിയുള്ള 3 ദിവസങ്ങളിലും കലോത്സവത്തിന്റെ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി CCTV തത്സമയ സ്റ്റുഡിയോ ഇവിടെ സജ്ജമാണ്. സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പ്രോഗ്രാം കമ്മിറ്റി കൺവീനറായിട്ടുള്ള ബൈജു സാറാണ്. സാർ, നാട് മുറിച്ചുകൊണ്ട് നമുക്ക് ഇനോഗ്രേഷൻ ചെയ്യാം. പരിപാടി നടക്കുന്നതിന് ഒരു 15-20 ദിവസം മുന്നേ തന്നെ ഇതിന് മുന്നൊരുക്കങ്ങൾ നടത്തും. KSTക്കാണ് ഈ പ്രോഗ്രാം നടത്തേണ്ട ചാർജ്. ഏകദേശം 160ഓളം സ്കൂളുകളിൽ നിന്ന് വരുന്ന 8000 കുട്ടികളാണ് ഈ മേളയിലെ മാറ്റിവെക്കുന്നത് എന്ന്. മീഡിയാസാണ് ഇതിന്റെ ശക്തി. ആസ്വാദകരൊക്കെ വരണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു കലോത്സവം നടക്കണമെങ്കിൽ മീഡിയാസിന് പങ്ക് ചെറുതല്ല. അപ്പൊ നിങ്ങളാണ് നല്ല രീതിയിലുള്ള പബ്ലിസിറ്റി കൊടുക്കേണ്ടത്. അങ്ങനെ പബ്ലിസിറ്റി കൊടുത്ത് കൂടുതൽ ആസ്വാദകരനെ ഇവിടേക്ക് കൊണ്ടുവരണം. അത് നിങ്ങളുടെ മീഡിയ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കണം എന്നാണ് എനിക്ക് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇത് ഈ ഒരു കലയുടെ മാമാങ്കം ഇന്നിവിടെ നമ്മൾ ലൈവായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ചാവക്കാട് ഉപജില്ലാ കലോത്സവവും അതുപോലെ തന്നെ കുന്നംകുളം ഉപജില്ലാ കലോത്സവം എരുമപ്പെട്ടിയിൽ വെച്ചിട്ട് അതും ലൈവായിട്ട് തന്നെ ഇതേപോലെ തന്നെ 3 ദിവസം നമ്മൾ ലൈവായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. സൗഹാർദ്ദത്തിന്റെയും അതുപോലെ കുട്ടികൾ തമ്മിലുള്ള ഐക്യത്തിന്റെയും ഒരു മാമാങ്കമായി തീരട്ടെ. ഇതിന്ന് രക്ഷിതാക്കളുടേതായിട്ടുള്ള ഒരു മാമാങ്കമായിട്ട് ഇത് മാറാതിരിക്കട്ടെ എന്ന പ്രത്യാശയോട് കൂടിയും ഈ ഒരു കലോത്സവം അനുഭവം അല്ലെങ്കിൽ അതുപോലെ തന്നെ ഉന്നതിയിലേക്ക് എല്ലാവർക്കും എത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നല്ല ഒരു കലോത്സവമായിട്ട് ഇത് മാറട്ടെ. എല്ലാ ഉത്സവങ്ങളും നമ്മുടെ ആഘോഷങ്ങളും ലൈവായി കൊടുക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും സസൂക്ഷ്മം വീക്ഷിച്ച് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. ഇതിനും തുടർന്നും ഇനി വരുന്ന എല്ലാ കലോത്സവങ്ങളും നമ്മൾ ലൈവായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. എല്ലാ പ്രേക്ഷകരും അതിന് സഹകരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ CCTVയുടെ തത്സമയ സംപ്രേഷണം, ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിന്റെ തത്സമയ സംപ്രേഷണം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ 10-20 വർഷമായി തുടർച്ചയായി എല്ലാ വർഷവും ചാവക്കാട് ഉപജില്ല, കുന്നംകുളം ഉപജില്ല, ജില്ലാ കലോത്സവങ്ങൾ തുടങ്ങി നിരവധിയായ പരിപാടികൾ സ്ഥിരമായി ലൈവ് ടെലികാസ്റ്റ് തുടക്കം മുതൽ അവസാനം വരെ തത്സമയം സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ചാനലാണ് ഞങ്ങളുടേത്. 1,00,000-ൽ പരം വീടുകളിൽ ഇത് എത്തിച്ചേരും. കൂടാതെ ഞങ്ങളുടെ ഓൺലൈൻ ചാനലുകളിലും മറ്റു മീഡിയകളിലും ഒക്കെ വളരെ വിശദമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും ലൈവ് ടെലികാസ്റ്റും എത്തും. എല്ലാ വേദികളിലും മത്സരാർത്ഥികളിൽ വിജയികളായിട്ടുള്ളവർക്ക് ഈ വേദിയിൽ പെർഫോം ചെയ്യാനുള്ള അവസരവും കൂടി ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. CCTVയുടെ പേരിൽ വളരെ സന്തോഷപൂർവ്വം, ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുകയാണ്. കലോത്സവ വാർത്തകൾ ഈ ബുള്ളറ്റിനിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ മറ്റു വാർത്തകളിലേക്ക്. പഴഞ്ഞി മൂലേപ്പാട് പള്ളിപ്പെരുന്നാളിനിടെ ആനപ്പാപ്പാന്മാരുടെ മർദ്ദനത്തിൽ യുവാവിന് പരിക്ക്. പെങ്ങാമുക്ക് സ്വദേശി രായമരക്കാർ വീട്ടിൽ 44 വയസ്സുള്ള ഷബീറിനാണ് പരിക്കേറ്റത്. ചെർപ്പുളശ്ശേരി അനന്തപത്മനാഭൻ എന്ന ആനയുടെ പാപ്പാന്മാരാണ് യുവാവിനെ മർദ്ദിച്ചത്. ബുധനാഴ്ച പുലർച്ചെ 2:30യോടെയാണ് സംഭവം. ബഷീറിന്റെ സഹോദരന്റെ 12 വയസ്സുള്ള മകനെ ആനപ്പുറത്ത് കയറ്റുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെയാണ് മർദ്ദനമേറ്റത്. പരിക്കേറ്റ ഇയാളെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആനയുടെ തോട്ടികൊണ്ടുള്ള ആക്രമണത്തിൽ തലക്കേറ്റ മുറിവിൽ 5ഓളം തുന്നലുകളുണ്ട്. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. മരത്തംകോട് പള്ളിപ്പെരുന്നാളിന്റെ ഭാഗമായി നിർമ്മിച്ച നിലപ്പന്തൽ തകർന്നു വീണ് തൊഴിലാളിക്ക് പരിക്ക്. ഗുഡ്സ് ലോറി തകർന്നു. പന്തൽ നിർമ്മാണ തൊഴിലാളിയായ ഇതര സംസ്ഥാന തൊഴിലാളി പ്രദീപിനാണ് പരിക്കേറ്റത്. കഴിഞ്ഞ നവംബർ 1-2 തീയതികളിലായി ആഘോഷിച്ച സെന്റ് ഗ്രിഗോറിയോസ് പള്ളി പെരുന്നാളിന്റെ ഭാഗമായി ഉയർത്തിയ പന്തലാണ് ബുധനാഴ്ച പൊളിച്ചു മാറ്റുന്നതിനിടെ അപകടം സംഭവിച്ചത്. ഈ സമയം റോഡിലൂടെ പോകുകയായിരുന്ന ഗുഡ്സ് വാഹനത്തിന് മുകളിലേക്കാണ് പന്തൽ തകർന്നു വീണത്. വാഹനത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്.
ചിറക്കൽ സ്വദേശി ലിനീഷ് ഓടിച്ചിരുന്ന മിനി ഗുഡ്സ് ലോറിയാണ് തകർന്നത്. മരത്തങ്കോട് പള്ളിപ്പെരുന്നാളിന്റെ ഭാഗമായി വായനശാല ഫ്രണ്ട്സ് കമ്മിറ്റി സ്ഥാപിച്ച വൈദ്യുതി ദീപാലങ്കാര പന്തലാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ തകർന്നു വീണത്. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ മരത്തങ്കോട് സെന്ററിൽ ഒരുക്കിയിരുന്ന പന്തലാണ് റോഡിലേക്ക് തകർന്നു വീണത്. പരിക്കേറ്റ തൊഴിലാളിയെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ജയപ്രദീപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. സബ് ജൂനിയർ സംസ്ഥാന ഹോക്കി ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ടി.എസ്. മഹീന്ദ്രനെ കാട്ടകമ്പാൽ കോൺഗ്രസ് കമ്മിറ്റി അനുമോദിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ. ജയശങ്കർ ഉപഹാരം സമ്മാനിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം. അലി ത്രിവർണ്ണ ഷോൾ അണിയിച്ചു. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എം.എസ്. മണികണ്ഠൻ മുഖ്യ അതിഥിയായിരുന്നു. പഞ്ചായത്ത് മെമ്പർ എം. എ. അബ്ദുൾ റഷീദ്, കോൺഗ്രസ് ഭാരവാഹികളായ ശശീന്ദ്രൻ കണ്ടമ്പുള്ളി, ജനാർദ്ദനൻ അതിയാരത്ത്, സ്മിത ഷാജി, ധന്യ മണികണ്ഠൻ, സുബ്രു ഐനൂർ, കെ. ഇക്ബാൽ, സി. സക്കറിയ തുടങ്ങിയവർ പങ്കെടുത്തു. കാട്ടകാമ്പാൽ പനങ്ങാവിൽ സത്യൻ ധന്യ ദമ്പതികളുടെ മകനാണ് പഴഞ്ഞി ഗവൺമെന്റ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ മഹീന്ദ്രൻ. ജില്ലയിൽ നിന്ന് സബ് ജൂനിയർ വിഭാഗത്തിൽ സംസ്ഥാന ഹോക്കി ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയ 2 പേരിൽ ഒരാളാണ് മഹി. സാധാരണ ജനവിഭാഗങ്ങളെ ചേർത്ത് നിർത്തുന്ന ക്ഷേമ പദ്ധതികൾ ഇടതുപക്ഷത്തിന്റെ പ്രതിബദ്ധതയുടെ സമീപനമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം. വി. ജയരാജൻ. ഫാസിൽ രക്തസാക്ഷി വാർഷിക അനുസ്മരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. E.K. നായനാർ മുഖ്യമന്ത്രിയായ കാലഘട്ടത്തിൽ 45 രൂപയിൽ ആരംഭിച്ച ക്ഷേമ പെൻഷൻ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചത് പാവപ്പെട്ടവരെ ചേർത്തു നിർത്തുന്ന ഇടതു പ്രസ്ഥാനങ്ങളുടെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനത്തിന്റെ ഭാഗമാണ്. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ എല്ലാ ക്ഷേമ പെൻഷനുകളും നിർത്തലാക്കും. യഥാർത്ഥ ജനപക്ഷ വികസനം നടപ്പിലാക്കാൻ ഇടതുപക്ഷത്തിനു മാത്രമേ കഴിയൂവെന്നും ജയരാജൻ കൂട്ടിച്ചേർത്തു. അതുവരെ ഭൂമിയിൽ അവകാശം ഉണ്ടായിരുന്നില്ല, മരിച്ച ആവൽ മണ്ണിന് അവകാശമില്ല. കമ്മ്യൂണിസ്റ്റുകാർ വന്നു, EMS വന്നു, നിയമം കൊണ്ടുപോകും, കുടിയൊഴിപ്പിക്കാൻ പാടില്ല, ഭൂപരിക്കുന്ന നിയമത്തിന്റെ ആദ്യത്തെ തുടക്കം. ചൊവ്വലൂർപ്പടിയിൽ നടന്ന രക്തസാക്ഷി ദിനാചരണത്തിൽ തൈക്കാട് ലോക്കൽ സെക്രട്ടറി CJ ബേബി അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ, മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PG സുബിദാസ്, VG സുബ്രഹ്മണ്യൻ, VN സുർജിത്ത്, AK ഹുസൈൻ, ഗീതാ ഭരതൻ, പാലുവായ് ലോക്കൽ സെക്രട്ടറി MA ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. റെഡ് വളണ്ടിയർ പരേഡിനും 100 കണക്കിന് പ്രവർത്തകർ അണിനിരന്ന പ്രകടനത്തിനും ശേഷമായിരുന്നു പൊതുസമ്മേളനം നടന്നത്. CPIM ബ്രഹ്മകുളം ഈസ്റ്റ് ബ്രാഞ്ച് അംഗവും SFI മണലൂർ ഏരിയ ജോയിന്റ് സെക്രട്ടറിയും DYFI തൈക്കാട് മേഖലാ കമ്മിറ്റി അംഗവുമായിരിക്കെ RSSുകാർ കൊലപ്പെടുത്തിയ ഫാസിലിന്റെ 12ാമത് രക്തസാക്ഷി വാർഷിക അനുസ്മരണമാണ് തൈക്കാട്, പാലുവായ് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. കുന്നംകുളം ചെമ്മണ്ണൂർ സ്വദേശിനിയായ അഡ്വക്കേറ്റ് നിമ്മി ബിനോയ് ജുവനൽ ജസ്റ്റിസ് ബോർഡ് അംഗമായി ചുമതലയേറ്റു. കുന്നംകുളം പോക്സോ കോടതി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KS ബിനോയിയുടെ ഭാര്യയും മണലൂർ കണ്ടേങ്ങത്ത് വത്സകുമാർ രതി ദമ്പതികളുടെ മകളുമാണ്. തൃശൂർ, ചാവക്കാട്, കുന്നംകുളം കോടതികളിൽ പ്രാക്ടീസ് ചെയ്തു വരികയായിരുന്നു. ഏകമകൾ അരുണിമ തൃശൂർ ഗവൺമെന്റ് ലോ കോളേജ് വിദ്യാർത്ഥിനിയാണ്. കേരള സംസ്ഥാന മുന്നോക്ക EBC കമ്മീഷൻ അംഗമായി സെബാസ്റ്റ്യൻ ചൂണ്ടലിനെ നിയമിച്ചു. ബുധനാഴ്ച മന്ത്രിസഭാ യോഗത്തിലാണ് മുന്നോക്ക EBC കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിശ്ചയിച്ചത്. കേരള സംസ്ഥാന മുന്നോക്ക EBC കമ്മീഷൻ അംഗമായി കേരള കോൺഗ്രസ് M സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം സെബാസ്റ്റ്യൻ ചൂണ്ടലിനെ കേരള സർക്കാർ നിയമിച്ചു. റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ചെയർമാനും സെബാസ്റ്റ്യൻ ചൂണ്ടൽ, G രതികുമാർ എന്നിവർ അംഗങ്ങളുമായാണ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത്. കേരള സർക്കാരിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാരുടെ തസ്തികയ്ക്ക് തുല്യമാണ് അംഗങ്ങളുടെ അധികാരം. കേരള ലഹരി വിരുദ്ധ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി, ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി, കേരള ചരിത്ര പഠന കേന്ദ്രം ഡയറക്ടർ, കത്തോലിക്ക കോൺഗ്രസ് തൃശൂർ അതിരൂപത വർക്കിംഗ് കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ആരോഗ്യ വകുപ്പിൽ ഹെഡ് ക്ലർക്കായ ഷാൻഡി സെബാസ്റ്റ്യനാണ് ഭാര്യ. ഡോക്ടർ അഞ്ജു ക്ലെയർ റോണി, അലീന ജിതിൻ എന്നിവർ മക്കളാണ്. സംസ്ഥാനത്ത് അതിദരിദ്രരില്ലെന്ന സർക്കാർ പ്രഖ്യാപനം പ്രഹസനവും വസ്തുതകൾ മറച്ചുവെച്ചുള്ള കള്ളവുമാണെന്ന് കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. 21ാം വാർഡ് കോട്ടോൾ ചുള്ളിയിൽ കുട്ടിമാളുവിന്റെ വീട് സന്ദർശിക്കുകയായിരുന്നു മണ്ഡലം കമ്മിറ്റി നേതാക്കൾ. ജീവിക്കാൻ മാത്രം ഒരു പേടിക്കാരും അപ്പൊ അതുകൊണ്ട് പിന്നെ തികയില്ല.
ഞാൻ നെടുമ്പരന്ന് വെച്ചിട്ട് ഒരാളെ വിളിച്ച് അതിനും കാശ് കഴിയില്ല. പഞ്ചായത്ത് തയ്യാറാക്കിയ അതിദരിദ്ര പട്ടിക തട്ടിപ്പാണെന്നും കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തി. അതിദരിദ്രരായ പലരും പട്ടികയിലില്ല. ഉള്ളവരാകട്ടെ ഇപ്പോഴും അതിദരിദ്രരായി തന്നെയാണ് കഴിയുന്നത്. മേൽക്കൂര പോയ ഇടിഞ്ഞു വീഴാറായ വീട്ടിലാണ് വിധവയും നിരാശ്രയയുമായ കുട്ടിമാളു ഇപ്പോഴും ജീവിക്കുന്നത്. ഇവരുടെ ദയനീയാവസ്ഥ കണ്ടില്ലെന്ന് നടിക്കാനാകില്ല. നിത്യജീവിതത്തിന് പോലും വകയില്ലാത്ത നിരവധി കുടുംബങ്ങൾ ഇപ്പോഴും കേരളത്തിലുണ്ട്. അതിൽ ഒന്നു മാത്രമാണ് കുട്ടിമാളു. ഈ സത്യം മറച്ചുവെച്ചുകൊണ്ട് എന്തിനുവേണ്ടിയാണ് കേരള ജനതയെ വഞ്ചിക്കുന്ന നിലപാടെടുത്തതെന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. അതിദരിദ്രതയില്ലാത്ത ഒരു കേരളം കെട്ടിപ്പടുത്തു കഴിഞ്ഞു എന്ന് ജനങ്ങളുടെ മുഖത്ത് നോക്കി പച്ച നുണ പറഞ്ഞ ഒരു മുഖ്യമന്ത്രി ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തു കൂടിയാണ് എന്നുകൂടി നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ഇനി ഒരിക്കലും ഈ വീടിൻ്റെയും അതുപോലെ തന്നെ ഈ വീടിൻ്റെ ശോച്യാവസ്ഥയുടെ പേരിൽ കുട്ടിമാളുവിൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ വീഴാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വസ്തുതകൾ മറച്ചുവെച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം ജനാധിപത്യ രീതിയിൽ പൊതുസമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്ന് പാർട്ടിയിലെ മുതിർന്ന നേതാവ് NK അലി പറഞ്ഞു. കുട്ടിമാളുവിന്റെ കണ്ണിൽ നിന്ന് ഇനി ഒരു തുള്ളി കണ്ണുനീര് പൊടിയാൻ അനുവദിക്കില്ലെന്നും ഇവരുടെ വീട് പുനർനിർമ്മിച്ചു നൽകാൻ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധരാണെന്നും NK അലി കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് കടവലൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് PK ദേവദാസ്, നേതാക്കളായ K വിശ്വംഭരൻ, ശിവരാമൻ, MM മഹേഷ്, MH ഹക്കീം, ജമാൽ കോട്ടോൽ തുടങ്ങിയവരും അലിക്കൊപ്പമുണ്ടായിരുന്നു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിൽ ചൂണ്ടൽ കുന്നിൽ നിർമ്മിച്ച ജൈവ വൈവിധ്യ പാർക്കിന്റെയും സാമൂഹിക പഠന കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം നടന്നു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹായത്തോടെ നിർമ്മിച്ച ജൈവ വൈവിധ്യ പാർക്കും സാമൂഹിക പഠന കേന്ദ്രവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ, പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ നാൻസി ആന്റണി, PS സന്ദീപ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി MP മാറ്റ്ലി, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി മുൻ അധ്യക്ഷൻ MK ആന്റണി, പഞ്ചായത്ത് ആസൂത്രണ സമിതി അംഗങ്ങളായ MB പ്രവീൺ, M പീതാംബരൻ, വത്സൻ പാറന്നൂർ എന്നിവർ സംസാരിച്ചു. ഇനി കലോത്സവ വിശേഷങ്ങളിലേക്ക്. പതിഞ്ഞ താളത്തിലുള്ള സംഗീതത്തിനൊത്ത മോഹിനിമാരുടെ കൺകോണുകളിലും ഉടലിലും നിറയുന്ന ലാസ്യം കാണികളുടെ ഹൃദയം കവർന്നു. വേദനയെ പരിഗണിക്കാതെ നിറഞ്ഞാടി ഒന്നാമതെത്തിയ വൈഗ മോഹിനിയാട്ടം മത്സരത്തിലെ ശ്രദ്ധാകേന്ദ്രമായി. കസവുകരയുള്ള ചേല മനോഹരമായി ഞൊറിഞ്ഞെടുത്ത് നെറ്റിയിൽ ചുട്ടിയും കാതുകളിൽ തോടയും കൊടക്കടുക്കനും കഴുത്തിൽ നാഗപടത്താലിയും തുടങ്ങി ആഭരണങ്ങളണിഞ്ഞ് അരങ്ങിൽ നിറഞ്ഞാടിയ കുട്ടികളുടെ പ്രകടനം കാണികളുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങി. പ്രതീക്ഷിച്ചതിലും അല്പം വൈകിയാണ് മത്സരങ്ങൾ തുടങ്ങിയതെങ്കിലും അത് മത്സരാവേശത്തിനെ ഒട്ടും ബാധിച്ചില്ല. 6ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്ത ഹൈസ്കൂൾ വിഭാഗം മത്സരം കാഴ്ച വസന്തമൊരുക്കി. കുട്ടികൾ ഓരോരുത്തരും ഒന്നിനൊന്ന് മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ബ്രഹ്മകുളം സെന്റ് തെരേസാസ് GHSSലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി വൈഗ സുഭാഷ് 1ാം സ്ഥാനം കരസ്ഥമാക്കി. മത്സരത്തിന് മുമ്പ് ഇടതുകൈക്കേറ്റ പരിക്കുകളൊന്നും വൈഗയുടെ ആത്മവിശ്വാസത്തെ ബാധിച്ചില്ല. മോഹിനിയാട്ടത്തിന് ശേഷം കേരള നടനത്തിലും നാടോടി നൃത്തത്തിലും വൈഗ മത്സരിക്കുന്നുണ്ട്. വേദനയ്ക്കിടയിലും 1ാം സ്ഥാനം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് വൈഗ. ആവേശമായി ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിലെ ബാൻഡ് മേള മത്സരം. താളബോധം, അച്ചടക്കം, ഏകാഗ്രത, കായികക്ഷമത എന്നിവ സമന്വയിച്ച 20 മിനിറ്റിൽ 20 പേർ ചേർന്നൊരുക്കിയ ദൃശ്യതാള വിസ്മയമായി മാറി ബാൻഡ് മത്സരം. സിദി സാഹിബ് സ്കൂളിന്റെ പ്രധാന ഗ്രൗണ്ടിൽ നടന്ന മത്സരം കാണികളെയും ആവേശത്തിലാക്കി.
മത്സരം കാണാൻ കാണികളുടെ വലിയ നിര തന്നെ ഉണ്ടായിരുന്നു. മമ്മിയൂർ LFCGHS, ചാവക്കാട് MR രാമൻ മെമ്മോറിയൽ സ്കൂൾ, ബ്രഹ്മകുളം സെന്റ് തെരേസ സ്കൂൾ എന്നീ സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് ബാൻഡുമേളത്തിൽ മാറ്റുരച്ചത്. ആഞ്ഞു ചവിട്ടുന്ന ചുവടുകൾക്കൊപ്പിച്ച് ഡ്രം ബീറ്റും ബ്യൂഗിളും ശബ്ദിച്ചപ്പോൾ കാണികളും വലിയ ആവേശത്തിലായി. മത്സരത്തിൽ മമ്മിയൂർ LFCGHS സ്കൂൾ ജില്ലാതലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. കലോത്സവ വേദികൾ കുട്ടിപ്രതിഭകളുടെ മികച്ച പ്രകടനത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം നാടക മത്സരത്തിലും കുട്ടികൾ ഒട്ടും മോശമാക്കിയില്ല. ഈ ഭൂമി ഞങ്ങളുടേത് കൂടിയാണ്. സ്ത്രീയും പുരുഷനും മറ്റെല്ലാ ജനതകളും തുല്യമായി വസിക്കുന്ന ഭൂമി. അതെ, നമ്മുടെ ഭൂമി. ഇറച്ചിക്കോഴികൾ എന്ന നാടകത്തിൽ കാലമെത്ര കഴിഞ്ഞാലും ഒട്ടും പഴക്കം തട്ടാത്ത തുല്യതയായിരുന്നു പ്രമേയം. സ്ത്രീ ആയതുകൊണ്ട് മാത്രം തലയിലേറ്റേണ്ട ഭാരങ്ങളും നഷ്ടമാകുന്ന അവസരങ്ങളുടെയും നേർക്കാഴ്ച കാണികൾക്ക് തങ്ങളുടെ കാഴ്ചപ്പാടുകളെ പുനർവിചിന്തനം ചെയ്യാനുള്ള അവസരമാണ്. യുദ്ധം പല നാടകങ്ങൾക്കും പ്രമേയമായെങ്കിലും വ്യത്യസ്താവതരണം കൊണ്ട് വിരസാനുഭവമായില്ല. യുദ്ധം പ്രമേയമായ മയിം എന്ന നാടകത്തിൽ വർത്തമാനകാലത്ത് നമുക്ക് ചുറ്റും നടക്കുന്ന വംശഹത്യയും ഗാസ യുദ്ധത്തിൽ മരണപ്പെടുന്ന പിഞ്ചുകുഞ്ഞുങ്ങളും വിഷയമായി. മൈമിന്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ നാടകം അവതരണം കൊണ്ടും പശ്ചാത്തല മികവ് കൊണ്ടും ശ്രദ്ധിക്കപ്പെട്ടു. പകിട 12 എന്ന നാടകത്തിൽ പൗരാണിക കാലം മുതൽ സ്ത്രീകൾ അനുഭവിക്കുന്ന വിവേചനത്തിന്റെ കറുപ്പിനെ അടയാളപ്പെടുത്തി. മഹാഭാരതത്തിലെ ദ്രൗപദിയായും രാമായണത്തിലെ ശൂർപ്പണഖയായും പാലത്തിന്റെ ബലത്തിന് വേണ്ടി കുരുതി കൊടുക്കപ്പെട്ടവളായും കുട്ടികൾ വേദിയിൽ നിറഞ്ഞാടി. കാലാകാലങ്ങളായി സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന അടിച്ചമർത്തലിനെയും സാക്ഷ്യപ്പെടുത്തി നൊമ്പരത്തിന്റെ നോവുണർത്തിയ മാതൃവിലാപം എന്ന നാടകത്തിൽ യുദ്ധത്തിൽ മരണപ്പെട്ട കുഞ്ഞുങ്ങളുടെയും അമ്മമാരുടെയും കഥയാണ് പറഞ്ഞത്. ഒരു നാടോടിക്കഥ എന്ന നാടകത്തിൽ ജനങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന മൂപ്പനും അതിനിരയാകുന്ന പാവപ്പെട്ട ജനങ്ങളും വിഷയമായി. ഭരതനാട്യ മത്സരത്തിൽ നിറഞ്ഞാടി പ്രതിഭകൾ. വേദി 2ലാണ് തിളക്കമാർന്ന ആഭരണങ്ങൾ അണിഞ്ഞ് പ്രസന്നമായ ഭാവപ്രകടനങ്ങൾ കൊണ്ട് ചടുലമായ നൃത്തച്ചുവടുകളുമായി LP മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള കലാകാരികൾ നിറഞ്ഞാടിയത്. ഹൈസ്കൂൾ വിഭാഗത്തിൽ പെൺകുട്ടികളെ കൂടാതെ ആൺകുട്ടികളും അരങ്ങിലെത്തി. പാൽക്കടലിൽ അനന്തൻ എന്ന സർപ്പത്തെ വിഷ്ണു ഭഗവാൻ മെത്തയാക്കി ശയിക്കുന്നതും ശിവൻ കൈലാസത്തിന്റെ മുകളിൽ നിന്ന് തന്റെ പ്രിയതമയായ പാർവതിയോടൊത്ത് നൃത്തം ചെയ്യുന്നതും വിഷ്ണുവിന്റെ പൊക്കിളിൽ നിന്ന് മുളച്ചുപൊങ്ങിയ താമരയിലിരുന്ന് ബ്രഹ്മാവ് തപസ് ചെയ്യുന്നതും തുടങ്ങി വിവിധ കഥാസന്ദർഭങ്ങളെ ആസ്പദമാക്കിയായിരുന്നു നടന വിസ്മയങ്ങൾ അരങ്ങേറിയത്. കലാമണ്ഡലം മനീഷ, കലാമണ്ഡലം ജയശ്രീ, RLV അശ്വതി കൃഷ്ണ എന്നിവരായിരുന്നു വിധികർത്താക്കൾ. കലോത്സവ നഗരിയിൽ താരപരിവേഷത്തോടെ വൈറൽ താരം മീന. സാമൂഹ്യമാധ്യമങ്ങളിലൂടെ വൈറലായ ഹോംഗാർഡാണ് ഇവർ.
ട്രാക്ക് മാറി വരുന്ന സൂപ്പർഫാസ്റ്റ് ബസ്സുകളെ പിടിച്ചു നിർത്തി തിരിച്ചുവിടുന്ന ഹോംഗാർഡിന്റെ വീഡിയോയിലൂടെയാണ് മീന സുപരിചിതയായത്. തിരക്കേറിയ തൃശൂർ കുന്നംകുളം പെരുമ്പിലാവ് റോഡുകളിലെല്ലാം യാത്രക്കാർ ഗതാഗത കുരുക്കിൽപ്പെടുമ്പോൾ കിലോമീറ്ററോളം നടന്നും ഓടിയും സുഗമമായ ഗതാഗതം സാധ്യമാക്കുന്നതിന് ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന ഉദ്യോഗസ്ഥ കൂടിയായ മീനയ്ക്ക് ആരാധകർ ഏറെയാണ്. മഴയും വെയിലുമെല്ലാം അവഗണിച്ച് താൻ ഏറ്റെടുത്ത ജോലി കൃത്യമായി നിറവേറ്റുന്ന ഇവർക്ക് നാട്ടുകാരുടെ നല്ല പിന്തുണയും ലഭിക്കുന്നുണ്ട്. ട്രാഫിക് ബ്ലോക്കുകൾക്കിടയിൽ ആംബുലൻസ് കൂടി വരുമ്പോഴാണ് പ്രശ്നങ്ങൾ സങ്കീർണമാകാറുള്ളതെന്ന് ഇവർ പറയുന്നു. വാഹനത്തിനുള്ളിൽ പിടയുന്ന ജീവൻ അണയാതെ ഏറ്റവും അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലെത്തിക്കാൻ തന്നാൽ സാധ്യമാകുന്നതെല്ലാം ചെയ്ത് വാഹനത്തിന് ഇവർ വഴിയൊരുക്കി നൽകാറുണ്ട്. ഇത്തരത്തിൽ വാഹനങ്ങൾക്കിടയിലൂടെ ഇവർ ഓടി വഴിയുണ്ടാക്കി കൊടുക്കുന്ന ദൃശ്യങ്ങളെല്ലാം റീൽസായും ഷോർട്സായും നമ്മൾ കണ്ടിട്ടുണ്ട്. ഗതാഗത നിയമങ്ങൾ തെറ്റിച്ചു വരുന്നവരോട് ഒരു ദാക്ഷിണ്യവും ഇവർ കാണിക്കാറില്ല. കലോത്സവ നഗരിയിലെത്തിയ മീന സജീവമാണ്. അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉദ്യോഗസ്ഥരും തുടങ്ങി ആയിരക്കണക്കിന് പേർ എത്തിച്ചേരുന്ന കലോത്സവ നഗരിയിലെ ട്രാഫിക് സുരക്ഷ വളയിട്ട ഈ കൈകളിൽ സുഭദ്രമാണ്. എനിക്ക് തോന്നുന്നു ഇത് ആസ്വദിച്ച് ചെയ്യുന്ന ഒരു ജോലിയാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ തന്നെയാണോ? ആസ്വദിച്ചിട്ട് തന്നെ ചെയ്യണേ. നമ്മുടെ ഒരു ജോലിയായിട്ടല്ല, നമ്മുടെ ഒരു കർത്തവ്യമായിട്ട് നമ്മൾ കാണുമ്പോൾ നമ്മളത് ആസ്വദിക്കാനായിട്ട് ശ്രമിക്കും. ഇത് ഞങ്ങളുടെ CI സാറുണ്ട്, ഗുരുവായൂർ ടെമ്പിൾ സ്റ്റേഷനിലത്തെ അജയ് സാറ്. ആളുടെ ട്രെയിനിങ് തന്നെയത് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഞങ്ങൾ അവിടെ ജോലി ചെയ്യുമ്പോൾ ഞങ്ങൾ ഇരിക്കാനേ സമ്മതിക്കില്ല. ആള് വന്ന് നോക്കും. ജോലിയുടെ ഇടയിൽ വേറെ ഒന്നിലേക്ക് നമ്മുടെ മനസ്സ് തിരിയാനും സമ്മതിക്കില്ല. ജോലി മാത്രം നമ്മുടെ മനസ്സിൽ പാടുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളൊന്ന് സാന്നിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വരുന്ന യാത്രക്കാരുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് നമ്മളെ നിർത്തിയിട്ടുള്ളത്. നമ്മൾ അതേപോലെ ചെയ്യും. ഞാൻ മുതുവരെ നിൽക്കുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഒരു വലിയ വണ്ടി വരുമായിരുന്നു. അപ്പൊ അവരവിടെ നിർത്തിയിട്ട് ഇറങ്ങിയിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ അങ്ങനത്തെ റീൽസിൽ പാത്ത മേഡം നീങ്ക താനാ അവൻ ആമാന്ന് പറഞ്ഞു. ആമാന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു നീങ്ക നല്ല ഇരിക്കണമാ, അതായത് ഇതൊക്കെ പറഞ്ഞിട്ട് അവര് ഭയങ്കര ബ്ലെസ്സിംഗ് ഒക്കെ തന്നിട്ട് പോയത്. അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷം. ഈ നാട്ടിലല്ല, അപ്പുറത്ത് അടുത്ത നാട്ടിൽ നിന്ന് വരുന്നവരെയും നമ്മൾ അറിയുന്നുണ്ട്. അവിടെയൊക്കെ നമ്മുടെ റീൽസ് ഇപ്പോഴും ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നവരിങ്ങനെ പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷം. ആംബുലൻസ്, ഫയർഫോഴ്സ്, സ്റ്റുഡന്റ് പോലീസ്, കേഡറ്റ് എന്നിവരുടെ സഹകരണത്തോടെയാണ് കലോത്സവ നഗരയിൽ സുരക്ഷാ സംവിധാനങ്ങൾ സജ്ജം. ഇവിടെ എത്തുന്നവരിൽ ആർക്കെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഉടനടി ചികിത്സ ലഭ്യമാക്കാനായി ഡോക്ടർമാരും നഴ്സുമാരും അടങ്ങുന്ന ആരോഗ്യ സംഘം സദാസമയം ജാഗരൂകരാണ്. ചില മത്സരാർത്ഥികൾക്ക് ക്ഷീണവും തലചുറ്റലും ഉണ്ടായപ്പോൾ അവർക്ക് വേണ്ട പ്രാഥമിക ചികിത്സ നൽകി. ആവശ്യമുള്ളവരെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള സൗകര്യവും സജ്ജമാക്കിയിട്ടുണ്ട്. 6 ആംബുലൻസുകളാണ് ഇതിനായി ഒരുക്കിയിട്ടുള്ളത്. ഗുരുവായൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘവും സ്ഥലത്തുണ്ട്. നിസ്വാർത്ഥ സേവനവുമായി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളും സജീവമാണ്. മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാന സർക്കാരിന്റെ കായകൽപ്പ പുരസ്കാരം 1ാം സ്ഥാനം ചാവക്കാട് താലൂക്ക് ആസ്ഥാന ആശുപത്രിക്ക് ലഭിച്ചതിനെ തുടർന്ന് ആഹ്ലാദ പ്രകടനവും അനുമോദന യോഗവും സംഘടിപ്പിച്ചു. താലൂക്ക് ആശുപത്രിയും ചാവക്കാട് നഗരസഭയും സംയുക്തമായി നടത്തിയ അനുമോദന ചടങ്ങ് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ KK മുബാറക്ക്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ഷാഹിന സലീം, പ്രസന്ന രണദീവെ, കൗൺസിലർ MR രാധാകൃഷ്ണൻ, വാർഡ് കൗൺസിലർ MB പ്രമീള, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ A ഷാജ്കുമാർ, RMO ഡോക്ടർ ജോയ്, നഴ്സിംഗ് സൂപ്രണ്ട് ബിന്ദു, ഹെൽത്ത് ഇൻസ്പെക്ടർ K രാംകുമാർ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൽ നിന്ന് കായകൽപ്പ പുരസ്കാരം ഏറ്റുവാങ്ങിയത്. ഇതിന്റെ സന്തോഷസൂചകമായാണ് ഘോഷയാത്രയും അനുമോദന യോഗവും നടത്തിയത്. സംസ്ഥാനത്തെ 183ഓളം താലൂക്ക് ആശുപത്രികളിൽ നിന്ന് മാലിന്യ പരിപാലനം, അണുബാധ നിയന്ത്രണം, ശുചിത്വം എന്നീ പ്രവർത്തനങ്ങളുടെ മികവ് പരിഗണിച്ചാണ് ചാവക്കാടിനെ തേടി അംഗീകാരമെത്തിയത്. താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാരുടെ ഒറ്റക്കെട്ടായ പ്രവർത്തനമാണ് പുരസ്കാരത്തിലേക്ക് നയിച്ചതെന്ന് സൂപ്രണ്ട് പറഞ്ഞു. ജനപ്രതിനിധികൾ, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ, ആശാപ്രവർത്തകർ, ഹരിതകർമ്മസേനാംഗങ്ങൾ, ആശുപത്രി നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. നവകേരള സദസ്സിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ 4.5 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് പള്ളിമേപ്പുറം തിപ്പലശ്ശേരി റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK മണി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, വാർഡ് മെമ്പർമാരായ ഗഫൂർ കടങ്ങോട്, ജോളി തോമസ്, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ PS പ്രസാദ്, ജനു വെള്ളറക്കാട്, സത്താർ നീണ്ടൂർ, ഹംസഹാജി എന്നിവർ സംസാരിച്ചു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ TP നൈജു റിപ്പോർട്ട് അവതരിപ്പിച്ചു. റോഡിൽ
ആവശ്യത്തിന് 850 മീറ്ററോളം കാന നിർമ്മിക്കുന്നുണ്ട്. അതിനു പുറമെ ഐറിഷ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ സൈഡിൽ നിന്ന് കോൺക്രീറ്റ് ചെയ്ത് താഴേക്ക് പോകുന്ന രീതിയിലുള്ള ആ കാനയും വേറെയുണ്ട്. സൈൻ ബോർഡ് ഉണ്ടാവും, ക്രോസ് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാവും. നമ്മളെ റോഡിൽ മിനുങ്ങുന്ന ലൈറ്റൊക്കെ ഉണ്ടല്ലോ, ആ സൈസ് റോഡായിട്ട് ഇത് മാറും. ഇത് നമുക്ക് മാർച്ച് മാസം അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തോടു കൂടി പൂർത്തീകരിക്കണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ നിബന്ധനകൾ കുറച്ച് നമ്മളെ ബാധിക്കും എന്നുള്ളത് 1-1.5 മാസത്തേക്ക് തടസ്സമുണ്ടാക്കിയാലും വേനൽക്കാലത്ത് നമുക്ക് പണി മിക്കവാറും തീർക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അശാസ്ത്രീയവും സാധാരണ ജനങ്ങൾക്ക് അപ്രായോഗികവുമായ ലേണിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി പ്രക്ഷോഭത്തിലേക്ക്. സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി തൃശൂർ RTO ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ലേണിംഗ് പരിഷ്കാരം നടപ്പാക്കുന്നതിന് മുൻപ് അതുമായി ബന്ധപ്പെട്ട റോഡ് സേഫ്റ്റി അതോറിറ്റിയുമായോ നാറ്റ്പാക് തുടങ്ങിയവരുമായോ യാതൊരു പഠനവും കൂടിയാലോചനയുമില്ലാതെയാണ് പരിഷ്കരണം കൊണ്ടുവന്നതെന്നും ഓഫീസുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ, കമ്പ്യൂട്ടറുകളുടെ സൗകര്യങ്ങൾ എന്നിവ ഒരുക്കേണ്ടതുണ്ടെന്നും ഇവർ ആരോപിക്കുന്നു. പരിഷ്കരിച്ച ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിലെ അപാകതകളെക്കുറിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് വിശദമായ കത്തയച്ചിട്ടും യാതൊരു നടപടിയും ഇല്ലെന്നും അപേക്ഷകർ രാവിലെ മുതൽ വൈകിട്ട് വരെ നിന്നാൽ പോലും ലേണിംഗ് പരീക്ഷ മുഴുവനായി എഴുതാൻ കഴിയാത്ത സാഹചര്യമാണെന്നും ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി ആരോപിച്ചു. പ്രക്ഷോഭത്തിന്റെ ഭാഗമായി അയ്യന്തോൾ ചുങ്കം ജംഗ്ഷനിൽ നിന്ന് RTO ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് കളക്ടറേറ്റിന് മുൻപിൽ സമാപിച്ചു. തുടർന്ന് നടത്തിയ ധർണ ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി രക്ഷാധികാരി KM ലെനിൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KS പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ജയശങ്കർ വിളക്കപ്പള്ളി, ജില്ലാ സെക്രട്ടറി MV സുരേഷ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് MN പ്രവീൺ, ജില്ലാ ട്രഷറർ ചന്ദ്രൻ, സേവ്യർ, സിദ്ദിഖ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ദേവസ്വം ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരത്തിന് പ്രശസ്ത കർണാടക സംഗീതജ്ഞ പ്രൊഫസർ പാൽക്കുളങ്ങര K. അംബികാദേവിയെ തെരഞ്ഞെടുത്തു. ഗുരുവായൂരപ്പന്റെ രൂപം ആലേഖനം ചെയ്ത 10 ഗ്രാം സ്വർണ്ണപ്പതക്കം, 50,001 രൂപ, പ്രശസ്തിപത്രം, ഫലകവും പൊന്നാട എന്നിവയടങ്ങുന്നതാണ് പുരസ്കാരം. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് ദേവസ്വം നടത്തുന്ന ചെമ്പൈ സംഗീതോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നവംബർ 16 വൈകിട്ട് 5 പുരസ്കാരം സമ്മാനിക്കുക. CPM-ന്റെ നേതൃത്വത്തിലുള്ള പുന്നേർകുളം ഗ്രാമപഞ്ചായത്തിന്റെ അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ എന്ന രാഷ്ട്രീയ മുദ്രാവാക്യമുയർത്തി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റവിചാരണ യാത്രയ്ക്ക് തുടക്കമായി. ചെമ്മന്നൂരിൽ നിന്നും ആരംഭിച്ച യാത്ര DCC മുൻ പ്രസിഡന്റ് O. അബ്ദുറഹ്മാൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റൻ PP ബാബുവിന് പതാക കൈമാറി. DCC സെക്രട്ടറി AM അലാവുദ്ദീൻ, P. ഗോപാലൻ, സലിൽ അറക്കൽ, അഷ്കർ അറക്കൽ, TK ഹസൻ, നാസർ ചമ്മന്നൂർ, മുഹമ്മദ് റഹീസ്, ജാഥ വൈസ് ക്യാപ്റ്റന്മാരായ റാഫി മാലിക്കുളം, അബു താഹിർ ഉൾപ്പെടെ ബ്ലോക്ക് മണ്ഡലം നേതാക്കൾ സംസാരിച്ചു. പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് അണ്ടത്തോട് സെന്ററിൽ സമാപനമായി. സാംസ്കാരിക നായകന്മാരാണ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ എന്താണ് ഇവിടെ ചെയ്തത് എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കാം. അപ്പൊ പറയും, മാധവിക്കുട്ടിക്ക് വേണ്ടി നീർമാതളം നിൽക്കുന്ന സ്ഥലത്തൊരു സ്മാരകമില്ലേ എന്ന് ചോദിക്കും. പക്ഷേ അതിനുള്ള 30 സെന്റ് സ്ഥലത്തിൽ കോൺഗ്രസുകാരനായ ശ്രീ ഗോപാലന്റെ മരുമകൻ തന്നെ നൽകിയ 13 സെന്റ് സ്ഥലം, കൂടാതെ മാധവിക്കുട്ടി നൽകിയ തറവാട്ടിൽ നിന്ന് നൽകിയ 17 സെന്റ് സ്ഥലം അടക്കമുള്ള 30 സെന്റ് സ്ഥലമാണ് ഈ പഞ്ചായത്തിനും ഭരണസമിതിക്കും അതിൽ യാതൊരു പങ്കുമില്ല. പിന്നീട് അധികാരത്തിൽ വന്ന മുന്നണി സർക്കാരാണ് അത് നൽകിയത്. ഇതിൽ കമ്മ്യൂണിസ്റ്റുകാർക്കോ പിണറായി വിജയനോ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കോ ആർക്കും തന്നെ ഒന്നും അവകാശപ്പെടാൻ ഇല്ല. ആധുനിക രീതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച പഴഞ്ഞി പെരുന്തുരുത്തി 60 നമ്പർ അങ്കണവാടിയുടെ ഉദ്ഘാടനം നടത്തി. 16 വർഷമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന അംഗൻവാടിക്ക് പെരുന്തുരുത്തി മൂർത്താട്ടിൽ രഞ്ജിത്തിന്റെ ഭാര്യ സ്നേഹ സൗജന്യമായി നൽകിയ സ്ഥലത്ത് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആധുനിക രീതിയിലുള്ള കെട്ടിടം നിർമ്മിച്ചത്. ബുധനാഴ്ച വൈകിട്ട് 5:30 MLA AC മൊയ്തീൻ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NK ഹരിദാസൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മിൻഡോ റെനി, ഷീജ സുഗതൻ, വിവിധ വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അശ്വിൻ P. വിജയൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മനോഹരൻ സ്വാഗതവും ICDS സൂപ്പർവൈസർ ശോഭ നന്ദിയും പറഞ്ഞു. കുന്നംകുളം
പോലീസ് സ്റ്റേഷനിൽ സന്ദർശനം നടത്തി കുരുന്ന് വിദ്യാർത്ഥികൾ. കേച്ചേരി അൽ ഇസ്ലാഹ് ഇംഗ്ലീഷ് സ്കൂളിലെ കുട്ടികളാണ് പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷനിൽ സന്ദർശനത്തിനെത്തിയത്. വിദ്യാർത്ഥികളെ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ KG ജയപ്രദീപിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സ്വീകരിച്ചു. പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കുട്ടികളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയും ഉദ്യോഗസ്ഥർ നൽകി. തോക്കുകളുടെ പ്രവർത്തനത്തെക്കുറിച്ചും സ്റ്റേഷനിലെത്തുന്നവരുടെ അവകാശങ്ങളെ സംബന്ധിച്ചും സർക്കിൾ ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള പോലീസ് ടീം കുട്ടികളോട് വിശദീകരിച്ചു. അരമണിക്കൂറിലധികം സ്റ്റേഷനിൽ ചിലവഴിച്ച കുട്ടികളെ പോലീസ് സംഘം മധുരം നൽകിയാണ് യാത്രയാക്കിയത്. അധ്യാപകർക്കും വിദ്യാലയത്തിനും മറ്റ് ജീവനക്കാർക്കൊപ്പമാണ് വിദ്യാർത്ഥികൾ സ്റ്റേഷൻ സന്ദർശിക്കാനെത്തിയത്. പെങ്ങാമുഖ മൂലേപ്പാട് മാർ ബസേലിയോസ് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പുത്തൻപള്ളി പെരുന്നാൾ ആഘോഷിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സന്ധ്യാനമസ്കാരം ദേശം ചുറ്റിയുള്ള കൊടിയും സ്ലീബായും നടന്നു. ഭദ്രാസനത്തിലെ കോറെപ്പിസ്കോപ്പമാരും വൈദികരും സഹകാർമ്മികത്വം വഹിച്ചു. രാത്രി 9:30 മുതൽ ബാൻഡ് മേളവും ഗജവീരന്മാരുമായി ആരംഭിച്ച എഴുന്നള്ളിപ്പുകൾ ദേശം ചുറ്റി പുലർച്ചെ പള്ളിയിലെത്തി സമാപിച്ചു. ബുധനാഴ്ച രാവിലെ പ്രഭാത നമസ്കാരം, തുടർന്ന് വിശുദ്ധ കുർബാന എന്നിവയ്ക്ക് ഫാദർ യാക്കോബ് പ്രിൻസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉച്ച മുതൽ ആരംഭിച്ച പെരുന്നാൾ എഴുന്നള്ളിപ്പുകൾ 4:30 പള്ളിയിലെത്തി സമാപിച്ചു. വൈകിട്ട് എത്തോപ്യൻ ആർച്ച് ബിഷപ്പ് ആബൂന മൽക്കിസേദക്ക് പള്ളി സന്ദർശിച്ചു. തുടർന്ന് കൊടിയും സ്ലീബായുമായി പ്രദക്ഷിണം, ആശീർവാദം എന്നിവയ്ക്ക് ശേഷം പൊതുസദ്യയോടെ പെരുന്നാളിന് സമാപനമായി. ആഘോഷങ്ങൾക്ക് കൈസ്ഥാനി ബിജു സി ജേക്കബ്, സെക്രട്ടറി അഡ്വക്കേറ്റ് മെറിഷ് സക്കറിയ, ഇടവക വികാരി ഫാദർ ജോസഫ് ചെറുവത്തൂർ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർച്ചയായി 15 വർഷം UDF ഭരണം നടത്തിവരുന്ന ചാലിശ്ശേരി പഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷത്തെ UDF ഭരണസമിതിയുടെ ഭരണ നേട്ടങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായുള്ള ചാലിശ്ശേരി മണ്ഡലം UDF കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വികസന സന്ദേശയാത്രയ്ക്ക് ആലിക്കരയിൽ തുടക്കമായി. വി സേതുമാധവന്റെ അധ്യക്ഷതയിൽ KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം SMK തങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PV ഉമ്മർ മൗലവി ജാഥ ക്യാപ്റ്റനായും മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് യൂസഫ് പണിക്കവീട്ടിൽ വൈസ് ക്യാപ്റ്റനായുമാണ് ജാഥ നയിക്കുന്നത്. DCC ജനറൽ സെക്രട്ടറി K ബാബുനാസർ, UDF തൃത്താല നിയോജക മണ്ഡലം ചെയർമാനും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ TK സുനിൽകുമാർ, പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ, വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ തുടങ്ങിയവർ സംസാരിച്ചു. അന്ധകാരത്തിൽ അടിപതറാത്ത ആലാപന മികവുമായി ബിനു കൃഷ്ണ തന്റെ പ്രതിഭയുടെ വെളിച്ചത്തിൽ ചുറ്റുമുള്ള ലോകത്തെ പ്രകാശപൂരിതമാക്കുകയാണ് ഈ കൊച്ചു കലാകാരൻ. ഗുരുവായൂർ കർണങ്കോട്ട് ബസാർ സ്വദേശിനി നിമ്മയുടെയും ജയനാരായണന്റെയും മൂത്തമകനായ ബിനു കൃഷ്ണയ്ക്ക് ജനനം മുതലേ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ തന്റെ ആലാപന മികവുകൊണ്ട് പൊതുവേദികളിൽ കയ്യടി നേടിക്കൊണ്ടിരിക്കുകയാണ് ബിനു. ആലുവയിലുള്ള സ്കൂൾ ഫോർ ദി ബ്ലൈൻഡ് എന്ന വിദ്യാലയത്തിലാണ് പഠനം. അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും പൂർണ്ണ പിന്തുണയാണ് കലാരംഗത്ത് ബിനു കൃഷ്ണനെ മുന്നോട്ട് നയിക്കുന്നത്. സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവങ്ങളിൽ കഥ, കവിത, ലളിതഗാനം, കഥാപ്രസംഗം, പുല്ലാങ്കുഴൽ എന്നിവയിൽ മികവ് തെളിയിച്ചിട്ടുണ്ട്. തന്റെ പരിമിതികളെ ചിറകുകളാക്കി ഉയരാൻ ശ്രമിക്കുന്ന ഈ കുഞ്ഞു കലാകാരനെ നാട്ടുകാരും ചേർത്തുപിടിക്കുന്നു. മാണിക്യത്തുപടി അയൽക്കൂട്ടം സംഘടിപ്പിച്ച പരിപാടിയിൽ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ബിനു കൃഷ്ണനെ ഉപഹാരം നൽകി ആദരിച്ചിരുന്നു. ഇനിയും ഉയരങ്ങൾ കീഴ്പ്പെടുത്താൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിലാണ് ഈ കൊച്ചുമിടുക്കൻ. ഈ പ്രോഗ്രാമിന് എനിക്ക് കയറി ആദരവ് ലഭിക്കാൻ കാരണമായ ആനന്ദത്തിനും അമ്പലത്തിനും താങ്ക്സ്.
നവകേരള സദസ്സിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ 2.5 കോടി രൂപ ചിലവഴിച്ച് BMBC നിലവാരത്തിൽ നിർമ്മിക്കുന്ന എരുമപ്പെട്ടി പഴവൂർ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷനായി. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S വസന്തലാൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സപ്ന റഷീദ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, സ്ഥിരം സമിതി അധ്യക്ഷരായ CF ജോയ്, ഷേർലി ദിലീപ് കുമാർ, വാർഡ് മെമ്പർ ആരിഫ സാബിർ തുടങ്ങിയവർ സംസാരിച്ചു. ഇത് പഞ്ചായത്ത് റോഡാണ്. ആ പഞ്ചായത്ത് റോഡാണ് BMBC നിലവാരത്തിൽ ചെയ്യുന്നത്. അത് BMBC നിലവാരത്തിൽ ചെയ്യാൻ വേണ്ടി എഞ്ചിനീയറിംഗ് വിഭാഗം നല്ല താല്പര്യം കാണിച്ചു. കാരണം സാധാരണ BMBC റോഡുകളൊക്കെ ചെയ്യുന്ന PWD റോഡ്സോ അതുപോലുള്ള ഏജൻസികളാണ്. ഇവർക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പണിയാണ്. അവർ സമയബന്ധിതമായി ഇതിൻ്റെ എല്ലാ DPRും തയ്യാറാക്കി അനുമതി വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വേനൽക്കാലത്ത് തന്നെ നമുക്ക് പണി പൂർത്തീകരിച്ച് നാട്ടിന് തുറന്നു കൊടുക്കാനാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ചുറ്റുമതിലിന്റെ നിർമ്മാണ ഉദ്ഘാടനവും AC മൊയ്തീൻ MLA നിർവഹിച്ചു. വിദ്യാഭ്യാസ രംഗത്തെ മതവൽക്കരിക്കാൻ ഭരണകൂടം തന്നെ ശ്രമം നടത്തുന്ന കാലഘട്ടത്തിൽ അതിനെ പ്രതിരോധിക്കുവാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്നും വിദ്യാഭ്യാസത്തിന്റെ പരമമായ ലക്ഷ്യം മനുഷ്യനാകുക എന്നതാണെന്നും MLA പറഞ്ഞു. അരിച്ചരിച്ചാണെങ്കിലും നമ്മുടെയൊക്കെ ചുറ്റുപാടുകൾ വർഗീയമായി മാറുന്നു എന്നുള്ള സ്ഥിതിയുണ്ട്. എൻ്റെ ജാതി, എൻ്റെ മതം, എൻ്റെ വിശ്വാസം, അതൊക്കെ ഭരണകൂടം തന്നെ നമ്മളെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പുതിയ കാലമാണ്. വിദ്യാഭ്യാസ പരിപാടി കേരളത്തിൻ്റേതൊരു മതനിരപേക്ഷ വിദ്യാഭ്യാസ രീതിയാണ്. അതിലൊരു ജനാധിപത്യ ഉള്ളടക്കമുണ്ട്, ശാസ്ത്രബോധവും യുക്തിചിന്തയുമുണ്ട്. നമ്മുടെ പാഠ്യപദ്ധതിയുടെ അടിത്തറ ഈ 4 എണ്ണത്തിന്മേൽ കേന്ദ്രീകരിച്ചാണ്. അതിനെ തകർക്കാനുള്ള ശ്രമം നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള പ്രതിരോധം തീർക്കുകയാണ് കേരളം എന്നുള്ള പ്രത്യേകതയും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രീതിക്കുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ 100 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 30 ലക്ഷം രൂപ ചെലവിട്ടാണ് ചുറ്റുമതിൽ നിർമ്മിക്കുക. ചടങ്ങിൽ കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, മെമ്പർ ജലീൽ ആദൂർ, ബ്ലോക്ക് മെമ്പർ KK മണി, പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രമേശ്, മെമ്പർ ടെസി ഫ്രാൻസിസ്, പ്രിൻസിപ്പൽ V സ്മിത, സ്കൂൾ വിവിധ സമിതികളുടെ ഭാരവാഹികളായ CM അഷ്റഫ്, AM താഹിർ, ഹിമ, K വിജയൻ മാസ്റ്റർ, ഡോക്ടർ NV ആന്റണി, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PK സന്തോഷ് കുമാർ, സ്കൂൾ ലീഡർ RM മുഹമ്മദ് ഇർഫാൻ, അധ്യാപകനായ ഡോക്ടർ TT അജിത് എന്നിവർ സംസാരിച്ചു. ജില്ലാ സംസ്ഥാന കായികമേളകളിൽ മികവ് പ്രകടിപ്പിച്ച വിദ്യാർത്ഥികളായ PS സിദ്ധാൻ ഹസൻ, CR ആരുഷ്, സത്യൻ, ചെറുകഥാ പുരസ്കാരം ലഭിച്ച അധ്യാപകൻ KS രതീഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വികസിത കേരളം ഹെൽപ്പ് ഡെസ്ക് ആഭിമുഖ്യത്തിൽ വയോശ്രീയോജന സഹായ ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം കുന്നംകുളത്ത് നടന്നു. ലിവ ടവറിൽ BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി KS രാജേഷ് അധ്യക്ഷത വഹിച്ചു. പ്രധാനമന്ത്രി ദിവ്യാക്ഷ കേന്ദ്രം, കോഴിക്കോട് അലിംകോ പ്രതിനിധി അജിത് കുമാർ, BJP ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കുടിയടത്ത്, PJ ജെബിൻ എന്നിവർ പങ്കെടുത്തു. 100 വയോജനങ്ങൾക്ക് വിവിധ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. മുല്ലശ്ശേരി ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിൽ LP വിഭാഗം മോണോ ആക്ടിൽ മുല്ലശ്ശേരി വിവേകാനന്ദ MM സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥി അഷ്ടമി 1ാം സ്ഥാനം കരസ്ഥമാക്കി. 2024 ജൂലൈ 15-ന് തിരുവനന്തപുരത്ത് മാലിന്യ കൂമ്പാരത്തിൽ വീണുമരിച്ച ശുചീകരണ തൊഴിലാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയിരുന്നു ഏകാംഗാഭിനയം. മാലിന്യം ജനജീവിതത്തെ ബുദ്ധിമുട്ടിക്കുന്നതാണ് പ്രമേയം. 7 കുട്ടികളാണ് പങ്കെടുത്തത്. കഥാകഥനത്തിൽ A ഗ്രേഡും സ്വന്തമാക്കിയ അഷ്ടമി മറ്റം എളവള്ളി എലവത്തൂർ പുല്ലാനിപ്പറമ്പത്ത് പ്രശാന്ത് സൗമ്യ ദമ്പതികളുടെ മകളാണ്. അക്കിക്കാവ് സ്വദേശി അഭിനയാണ് പരിശീലകൻ. നമസ്കാരം. എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം, എന്റെ ജീവിതമാണ് എന്റെ സന്ദേശമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തിയ നമ്മുടെ രാഷ്ട്രപിതാവിന്റെ വാക്കുകളാണിത്. 2024 ജൂലൈ 15 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം ടാബിളിൽ ദുർഗന്ധം വമിച്ച് മരവിച്ച് കിടക്കുന്ന ജോയ് എന്ന പാവത്താന്റെ ശവശരീരം ഏകാഭിനയം കാക്ക പറഞ്ഞ കഥ. ഗുരുവായൂർ ഡോക്ടർ റാണി മേനോൻ മാക്സി വിഷൻ ഐ ഹോസ്പിറ്റലിൽ സൗജന്യ നേത്ര പരിശോധനയ്ക്ക് തുടക്കമായി. നവംബർ 1 മുതൽ 30 വരെ ലഭ്യമാകുന്ന സൗജന്യ നേത്രപരിശോധനയുടെ ഉദ്ഘാടനം മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ റാണി മേനോൻ വിളക്ക് തെളിയിച്ച് നിർവഹിച്ചു. ഡോക്ടർ അമ്പിളി, മാർക്കറ്റിംഗ് മാനേജർ ചിഞ്ചു സുധി,
സെൻട്രൽ മാനേജർ ഫ്രൻസി ഷിജോ എന്നിവരും സന്നിഹിതരായിരുന്നു. കണ്ണിൽ മർദ്ദം കൂടുന്നത് മൂലമുണ്ടാകുന്ന ഗ്ലോക്കോമ രോഗനിർണയം, പ്രമേഹം മൂലം കണ്ണിനെ ബാധിക്കുന്ന അസുഖങ്ങൾക്കും തിമിര രോഗനിർണയത്തിനും സൗജന്യ പരിശോധന ലഭ്യമാണ്. കൂടാതെ കണ്ണട ഒഴിവാക്കുന്നതിനുള്ള അത്യാധുനിക ചികിത്സാരീതിയായ കോൺട്യൂറ ലാസിക് റാണി മേനോൻ മാക്സിവിഷൻ തൃശൂർ ബ്രാഞ്ചിൽ ലഭ്യമാണ്. തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പ്രീ ഡയബറ്റിക് ഐ കെയർ തുടങ്ങിയ ചികിത്സാരീതികളും ലാസിക്, ഫാർമസി, ലബോറട്ടറി തുടങ്ങിയ ചികിത്സാ സംവിധാനങ്ങളും ഇവിടെയുണ്ട്. ക്യാഷ്ലെസ് ഇൻഷുറൻസ്, ESI, KASP, മെഡിസെപ്പ്, CGHS, റീഇംബേഴ്സ്മെന്റ് എന്നിവ സ്വീകരിക്കുന്നതാണ്. എടക്കഴിയൂർ അഫയൻസ് അസോസിയേഷൻ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി സിദ്ധി MK, സെക്രട്ടറി VK മണി, ട്രഷറർ PM നിധിൻ ദാസ്, സ്പോർട്സ് കോർഡിനേറ്റർമാരായി AI ഷഹീർ, PA റഷീദ്, ആർട്സ് കോർഡിനേറ്ററായി അഫ്സൽ KS തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,135 രൂപ, പവന് 89,080 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 156 രൂപ. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. തദ്ദേശ തിരഞ്ഞെടുപ്പ്, അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള നറുക്കെടുപ്പ് നടന്നു. കുന്നംകുളത്ത് ഇത് തുടർച്ചയായ 3-ാം തവണയും വളയിട്ട കൈകളിൽ തന്നെ നഗരസാരഥ്യമെത്തും. ജില്ലയിൽ തൃശൂർ കോർപ്പറേഷൻ, ഗുരുവായൂർ, വടക്കാഞ്ചേരി നഗരസഭകളുടെ അധ്യക്ഷ പദവിയും വനിതകൾക്ക്. തീരദേശത്ത് കലയുടെ തിരമേളമുയർന്നു. ചാവക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് എടക്കഴിയൂർ സിദി സാഹിബ് സ്കൂളിൽ തുടക്കമായി. 100-ലധികം സ്കൂളുകളിൽ നിന്നായി കലാമേളയിൽ മാറ്റുരയ്ക്കുന്നത് 6000-ഓളം പ്രതിഭകൾ. തത്സമയ കാഴ്ചകളും വിശേഷങ്ങളും ഒരുക്കി CCTVയുടെ കലോത്സവ സ്റ്റുഡിയോ. പഴഞ്ഞി മൂലേപ്പാട് പള്ളിപ്പെരുന്നാളിനിടെ ആനപ്പാപ്പാന്മാരുടെ മർദ്ദനത്തിൽ യുവാവിന് പരിക്ക്. പെങ്ങാമുക്ക് സ്വദേശി രായ്മരക്കാർ വീട്ടിൽ 44 വയസ്സുള്ള ഷബീറിനാണ് പരിക്കേറ്റത്. സഹോദരന്റെ മകനെ ആനപ്പുറത്ത് കയറ്റുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെ തുടർന്നായിരുന്നു സംഘട്ടനം. മരത്തംകോട് പള്ളിപ്പെരുന്നാളിന്റെ ഭാഗമായി നിർമ്മിച്ച നിലപ്പന്തൽ തകർന്ന് വീണ് തൊഴിലാളിക്ക് പരിക്ക്. ഗുഡ്സ് ലോറി തകർന്നു. പന്തൽ നിർമ്മാണത്തിനെത്തിയ അതിഥി തൊഴിലാളി പ്രദീപിനാണ് പരിക്കേറ്റത്. സാധാരണ ജനവിഭാഗങ്ങളെ ചേർത്ത് നിർത്തുന്ന ക്ഷേമ പദ്ധതികൾ ഇടതുപക്ഷത്തിന്റെ പ്രതിബദ്ധതയുടെ സമീപനമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. ഫാസിൽ രക്തസാക്ഷി വാർഷിക അനുസ്മരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പൊതുസമ്മേളനം ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.